ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കൂടിയും അല്ലാതെ പേഴ്സണലായിട്ട് അറിയുന്നവർ കാണുമ്പോഴൊക്കെ പറയും ഞാൻ വീഡിയോയിൽ ചിരിച്ച മുഖം കാണിക്കണില്ല, ചിരിച്ചിട്ട് വീഡിയോ ചെയ്തുകൂടെ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് ഇങ്ങനൊരു ഇൻട്രോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് ഇനിയുള്ള വീഡിയോയിൽ ഇങ്ങനെ ഇൻട്രോ പറയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇൻട്രോ പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ കമൻറ്റ് കൂടെ അറിയിക്കട്ടോ അഭിപ്രായം. അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോയിൽ ചിരിച്ചു വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ മിക്കവാറും സമയത്ത് തനിച്ചാണല്ലോ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞാൻ ആരോടെ ചിരിച്ചിങ്ങനെ സംസാരിക്കുക, പിന്നെ അത്ര വലിയൊരു കഴിവൊന്നും എനിക്കുണ്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ അഭിനയിച്ച് സംസാരിച്ച് അങ്ങനെ ഞാൻ സാധാരണ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് ക്യാമറ വെച്ചെടുത്തിട്ട് അതാണ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ചില ദിവസങ്ങൾ ഇപ്പം ഈ ഇൻട്രോ പറയുമ്പോൾ കൂടെ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഇന്ന് എന്താണോ ഞാൻ ചെയ്യുന്നത്, എനിക്ക് എന്ത് ചെയ്യാനാണോ മൂടുള്ളത് അത് എടുക്കുക ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇൻട്രോ ഇങ്ങനെ ആദ്യം എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ കേട്ടോ, ഇങ്ങനൊരു ഇൻട്രോ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഇൻട്രോൻ്റെ അഭിപ്രായം നിങ്ങളൊക്കെ പറയുക, അറിയിക്കുക. അതനുസരിച്ച് ഇനി വരുന്ന വീഡിയോസിലും ഇൻട്രോ ഞാൻ ഫേസ് ചിരിച്ച് സംസാരിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ വിചാരിക്കണേ. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് സമയം ഒരു 9:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് വീഡിയോ എടുക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഇവരെ തീറ്റും വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. അതിപ്പോൾ ഒരു റുട്ടീനായി, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു എന്താ പറയുക, ഈ സമയത്താണ് എന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം എന്നും മാറ്റി കൊടുക്കും. സീഡ്സിൻ്റെ ഒരു മിക്സാണ് കേട്ടോ അവർക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. സൺഫ്ലവർ സീഡും തെനയും പല സീഡ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ വെള്ളം എന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ അവർ കഴിക്കണ വേസ്റ്റൊക്കെ അതിൽ പോയി നിൽക്കണമല്ലേ, അതിൽ ചാടിക്കിടന്ന് ഉണ്ടാവും. അപ്പോൾ പിന്നെ എന്നും വെള്ളം മാറ്റി കൊടുക്കണം. പിന്നെ തുളസിൻ്റെ ഇല, പനിക്കൂർക്കൻ്റെ ഇല, ചീരൻ്റെ ഇല ഇതൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട്. ഇലകളൊക്കെ നല്ല ഇഷ്ടമാണെന്ന് അവർ പറഞ്ഞിരുന്നു വാങ്ങുമ്പോൾ. തുളസിൻ്റെ ഇലയും ചീരൻ്റെ ഇലയൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ഇഷ്ടമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ പേടിയൊക്കെ മാറി ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. കൂടിൻ്റെ ഈ ട്രേയും ഞാൻ എന്നൊന്ന് തട്ടി വെച്ച് കൊടുക്കും കേട്ടോ. പേപ്പർ ഇട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പേപ്പർ ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ ബ്രഷ് ചെയ്തങ്ങ് കളയാണ് ചെയ്യുക. പേസ്റ്റ് അങ്ങോട്ട് ബ്രഷ് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ വെക്കും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഒന്നങ്ങോട്ട് നല്ല വൃത്തികേടാകുമ്പോൾ അങ്ങ് കഴുകിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ പേപ്പർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുവരെ ഇപ്പം അങ്ങനെ കൊണ്ട് പോട്ടെ. അപ്പോൾ ഇന്നിനിപ്പോൾ കുക്കിങ്ങോ കാര്യങ്ങളോ ക്ലീനിങ്ങോ ഒന്നും എടുക്കണില്ല കേട്ടോ. ഞാനിന്ന് ഇനി ബാക്കി വീഡിയോ വൈകുന്നേരത്തെയാണ്. വൈകുന്നേരം ഞാൻ കുറച്ച് പ്ലാൻസൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് റീപ്പോർട്ട് ചെയ്തു. അതിൻ്റെ വീഡിയോ ആയിട്ടൊന്ന് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇന്നത്തെ വ്ളോഗിൽ. ഇന്ന് കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നൊരു മൂഡുണ്ടായിരുന്നില്ല ഉച്ച സമയത്തൊക്കെ. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു മുറ്റടിക്കാൻ. അപ്പോൾ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നമ്മൾ റീപ്ലാന്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. മണ്ണും ചെടിയൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മണ്ണ് ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത മണ്ണാണ് കേട്ടോ. അർബാനയിലൊരു വലിയ പാത്രം വെച്ചിട്ട് അതിൽ വെച്ചിട്ടുള്ള കേട്ടോ. എന്നാൽ പിന്നെ ബാക്കി മണ്ണുണ്ടെങ്കിൽ അങ്ങോട്ട് മഴ കൊള്ളാത്തോട് നീക്കി വെക്കാമല്ലോ. നമ്മൾ ആരെങ്കിലുമൊക്കെ കിട്ടുമ്പോഴാണ് മണ്ണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം മഴ കൊള്ളാതെ അങ്ങനെ വെച്ചാൽ എപ്പോഴാ ചെടി വാങ്ങിയിട്ട് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പ്ലാന്റ് ചെയ്യുമ്പോഴൊക്കെ എളുപ്പമാണല്ലോ. അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക ചെയ്യാം.
ഈ പ്ലാന്റ്സ് ഒക്കെ ആകെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാന്റ്സ് കാണിച്ചപ്പോൾ വെയിൽ കൊണ്ട് ആകെ നാശമായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു 10 ദിവസം നമ്മൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്ലാന്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ വാങ്ങിയ നഴ്സറിയിൽ നല്ല വെയിലായിരുന്നു. അവർ 90% ഷെയ്ഡിനൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് ആകെ നാശമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടി കേട്ടോ. 2 പ്ലാന്റിൻ്റെ പൈസ കൊണ്ട് 4 പ്ലാന്റ് കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ അതൊരു 10 ദിവസം നോക്കിയാൽ റെഡി ആയിട്ട് വരും, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല ലൈറ്റ് കിട്ടണം കേട്ടോ, വെയിൽ കിട്ടണം. ഇൻഡയറക്റ്റ് ആവണമെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അകത്ത് അങ്ങനെ വെയിൽ വരാത്ത ഭാഗത്ത് അത് വെച്ചാലും പ്ലാന്റ്സ് ഇങ്ങനെ അത് വളർച്ചൻ്റെ ഇത് കുറഞ്ഞാൽ വരികയുള്ളൂ കേട്ടോ, ആരോഗ്യം കുറഞ്ഞാൽ വരിക. നേരെ തിരിച്ച് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല വൈകുന്നേരത്തെ വെയിലോ അല്ലെങ്കിൽ രാവിലെ 10 മണിയത്തെ വെയിലൊക്കെ വരുന്ന ഭാഗത്ത് വെച്ചാൽ അതാണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സിന് നല്ലത്. നേരിട്ടുള്ള വെയിൽ കിട്ടരുത് എന്നേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വെയിൽ കിട്ടിയാലാണ് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നല്ല ഗ്രോത്തും നല്ല ഷൈനിങ്ങും വരിക കേട്ടോ. ഞാൻ ഈ പാഷ്യോയിൽ വെച്ചിട്ടുള്ള അഗ്ലോണിമയൊക്കെ ലീഫ് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഓയിലി സ്ട്രക്ചർ വന്നിട്ടുണ്ടാവും. അത് അങ്ങനെ വരും. നല്ല നമ്മൾ വെച്ചത് കറക്റ്റായിട്ടുള്ള സ്ഥലത്താണോ എന്നുണ്ടെങ്കിൽ അങ്ങനെ നല്ലൊരു ഓയിൽ സ്ട്രക്ചർ വരും കേട്ടോ ലീഫിനൊക്കെ. അപ്പോൾ ഇതാ ഫിലോഡൻഡ്രോണൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് കേട്ടോ. എനിക്കൊന്നാമത് ഈ മൂൺലൈറ്റ്, ഫിലോഡൻഡ്രോണിൻ്റെ മൂൺലൈറ്റ് ഭയങ്കര ആഗ്രഹമായിരുന്നു വാങ്ങാൻ. ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പോത്തോസിലും ഈ ഒരു കളറിലുള്ള ലീഫുള്ള നിയോൺ പോത്തോസ് ആണ് എൻ്റെ ഫേവറേറ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആ ഒരു കളറിലുള്ള ലീഫുള്ള പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മണ്ണിൻ്റെതാണ് കേട്ടോ. സോയിൽ നല്ല ലൂസ് സോയിൽ ആവണം. നമ്മൾ വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം അതുപോലെ തന്നെ അങ്ങ് പോണ ടൈപ്പ് പോട്ടിംഗ് മിക്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇത് സെക്കുലൻ്റ് ആണ്. സെക്കുലൻറ്റിന് പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ലോണം വെള്ളം പെട്ടെന്ന് പോണ സോയിലായാലാണ് നല്ലത്. പിന്നെ നമ്മുടെ ഈ ഫിലോഡൻഡ്രോണ് അതേപോലെ മോൺസ്ട്ര ഒക്കെ ആണെങ്കിൽ ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണല്ലോ, അവർക്ക് കുറച്ച് ഈർപ്പുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അപ്പോൾ ലൂസ് ഓയിലായി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നനച്ചു കൊടുത്താലും വെള്ളം അങ്ങനെ തന്നെ അങ്ങ് പോയിക്കോളും. കെട്ടി നിന്നാൽ വേര് ചെയ്യലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ ട്രോപ്പിക്കൽ പ്ലാന്റ്സിന് അധികം അങ്ങനെ തിങ്ങി വെക്കണതാണ് ഇഷ്ടം. അഗ്ലോണിമൊക്കെ ആയാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അടുത്തടുത്ത് പ്ലാന്റ്സ് വെച്ചാലാണ് അവർക്ക് ഇഷ്ടം കേട്ടോ. നല്ലൊരു ഈർപ്പുള്ള നല്ല തണുപ്പുള്ള ഒരു കണ്ടീഷനാണ് ഇഷ്ടം. പക്ഷെ വെള്ളം കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേര് കുറച്ച് മണ്ണുള്ള ടൈപ്പിൽ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള വേരാണല്ലോ വരിക. അത് പെട്ടെന്ന് ചെയ്യും കേട്ടോ. ഈ ഒരു ഫിലോഡൻഡ്രോണൊക്കെ പറ്റ ഇല എന്താ പറയുക, വല്ലാത്ത അവസ്ഥയിലാണ് കേട്ടോ. പക്ഷെ പുതിയ ലീഫ് വരുന്നുണ്ട്. 2-3 ലീഫ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലീഫ് അങ്ങ് വെട്ടിക്കളയാം കേട്ടോ. അതാ വിചാരിക്കുന്നത്. മാസി എൻ്റെ കൂടെ നിന്ന് മണ്ണ് വാരി ഇടണൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ ജോലിയിലൊക്കെ അവരെ കൊണ്ട് പറ്റണതിലൊക്കെ അവരെ ഉൾക്കൊള്ളിക്കണത് നല്ലതാണ്. അവർക്കും കുറച്ച് താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഫിലോഡൻഡ്രോൺ മൂൺലൈറ്റ് കുറച്ച് ടോക്സിക് ആണ് കേട്ടോ സാധനം. നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അകത്ത് വെക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളൊക്കെ ഇലക്കെ പിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും കേട്ടോ. അത് കുറച്ച് ടോക്സിക് ആണ്. ഭയങ്കര ജീവൻ പോണ ടൈപ്പൊന്നുമല്ല, പക്ഷെ അലർജിക് സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കയ്യിൽ ചിലർക്ക് ഗ്ലൗസ് ഇടേണ്ടൊക്കെ വരുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലർക്ക് തടിച്ചു പൊങ്ങുക ഒക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാട്ടോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ അതും ശ്രദ്ധിക്കണം. വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ റിസ്ക് എടുക്കാത്തായിരിക്കും നല്ലത്. ഇവിടെ പിന്നെ മാസിക്ക് അങ്ങനെ ചെടി പിച്ച് നോക്കുക, അത് പിച്ച് വായിലൊക്കെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അവന് ചെറുതിൽ മുതലേ അങ്ങനെ അകത്തൊക്കെ പ്ലാന്റ്സ് കാണുന്നതുകൊണ്ടായിരിക്കും അവന് അതുമ്മക്ക് വല്ല മൈൻഡ് ചെയ്യാറൊന്നുമില്ല. എന്നോട് ചിലർക്ക് ചോദിക്കാറുണ്ട്, അങ്ങനെ മോനെ നശിപ്പിക്കൂലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഒരു അഗ്ലോണിമെൻ്റെ താഴെ ഒരുപാട് ബേബി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. 2-3 ബേബി പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതാ റീപോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മണ്ണ് മഴ കൊള്ളാത്തൊരു ഭാഗത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ എപ്പോഴാണ് ചെടി വാങ്ങി വരിക, എപ്പോഴും നമുക്ക് എന്തെങ്കിലും കിട്ടാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എടുത്ത് നട്ട് വെക്കണമെങ്കിൽ മണ്ണ് വേണമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ റെഡിയാക്കി വെക്കൂട്ടോ എപ്പോഴും ഞാൻ.
അപ്പോൾ ചേച്ചി മണ്ണ് മഴ കൊള്ളാത്തടത്തേക്ക് എടുത്ത് വെച്ച് തരികയാണ് കേട്ടോ. ചേച്ചീൻ്റെ മുറ്റടിയൊക്കെ കഴിഞ്ഞു. ചേച്ചി എന്നും മുറ്റടിക്കാൻ വരും കേട്ടോ. മുറ്റടിക്കുന്ന ചേച്ചി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ആ ചേച്ചിയാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നനക്കണം. നനച്ചാൽ പിന്നെ കാക്ക അതൊക്കെ എടുത്ത് വെച്ച് തരും കേട്ടോ. എടുത്ത് വെച്ച് തരൽ റീപോർട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെയിറ്റ് കൂടുമല്ലോ, അപ്പോൾ എടുത്ത് വെച്ച് തരലൊക്കെ ചെയ്യും നനച്ചൊക്കെ കഴിഞ്ഞാൽ. എൻ്റെ അടിക്കൊക്കെ പ്ലേറ്റ് വേണം കേട്ടോ അത് വെക്കുമ്പോൾ. പക്ഷെ പ്ലേറ്റ് ഇവിടെ ഇല്ല, വാങ്ങിയതില്ല, കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടിയിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൻ്റെ അടിയിൽ വെക്കേണ്ട ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങി വന്നിട്ട് വേണം. അപ്പം ഞാൻ തൽക്കാലം സക്കുലൻ്റ് ഡബിൾ പോട്ട് വെച്ചിട്ട് വെക്കുന്നത്. സക്കുലൻ്റ് ഡബിൾ പോട്ട് വെച്ചാൽ ഉറപ്പാണ് അത് നശിച്ച് പോകും കേട്ടോ. പക്ഷെ തൽക്കാലം അങ്ങനെ വെച്ചിട്ട് നാളെ നമുക്ക് പ്ലേറ്റ് കൊടുത്തിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നന്നായിട്ട് ഇലയൊക്കെ നനച്ചു കൊടുക്കണം കേട്ടോ. ഇതവർ സാഫ് അടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, നിറച്ച് വെള്ള പുള്ളികളൊക്കെ കാണുന്നുണ്ട് ലീഫിൽ. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായല്ലോ, അപ്പോൾ തന്നെ ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഇലകളുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു വികാരമില്ലാത്തൊരു കളറായിരുന്നു ഇലക്കൊക്കെ, ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളൊരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളാ ഒരു ഇൻഡോർ പ്ലാന്റിന് പറ്റിയൊരു വെളിച്ചത്തിലിരുന്നപ്പോൾ അത് ഒന്ന് പച്ചപ്പൊക്കെ വന്ന് ഒന്ന് ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ പ്ലാന്റ്സിൻ്റെ അപ്ഡേഷന് കാണിക്കട്ടെ 4 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല ഉഷാറായി വന്നിട്ടുണ്ടാവും, ഇൻഷാ അല്ലാഹ് ശരിയായി വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഈ പ്ലാന്റ് കിട്ടിയത് കേട്ടോ. അതിപ്പോൾ നഴ്സറിയിൽ കയറുമ്പോൾ നമ്മളായാലും എന്താ ഒരു ഉഷാറില്ലാണ്ട് ഇരിക്കണ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അപ്പോൾ വാങ്ങാതെ പോകുന്നുണ്ടാവും. അതായിരിക്കും ഇങ്ങനെ വില കുറച്ച് തന്നത്. പിന്നെ ഞാനും വിചാരിച്ചു 4 ദിവസം നോക്കിക്കഴിഞ്ഞാൽ നല്ല ഉഷാറാവുമല്ലോ, അപ്പോൾ അത് മതിയെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എന്നാൽ പ്ലാന്റൊക്കെ അകത്തേക്ക് തൽക്കാലം പാഷ്യോലാണ് വെക്കുന്നത്. 1-2 പ്ലാന്റ്സ് സിറ്റ് ഔട്ടൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഫിലോഡൻഡ്രോണൊക്കെ സിറ്റ് ഔട്ടിൽ വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ പോട്ടൊക്കെ ഒന്ന് തുടച്ച് നന്നാക്കട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച വെള്ളം ഇപ്പോഴും പോയി കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ പ്ലേറ്റ് ഇല്ല, വാങ്ങിയിട്ട് വേണമെന്ന്. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. സക്കുലൻ്റ് തൽക്കാലം ഡബിൾ പോട്ട് വെച്ചിട്ടുണ്ട്. ഡബിൾ പോട്ട് പറ്റൂല കേട്ടോ, അതിന് നല്ല വെള്ളം തീരെ നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് കുറച്ചൊന്ന് ഉഷാറാവട്ടെ, നമുക്ക് ഡബിൾ പോട്ടൊക്കെ ഒഴിവാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, എന്താ പറയുക, ആകെ നാശമായിട്ടുണ്ട്. ഒരു പുതിയ ലീഫ് വന്നു കഴിഞ്ഞാൽ ഒരു പഴയ ലീഫിനെ കട്ട് ചെയ്ത് കളയില്ല. ലീഫ് ഇതാ വരുന്നുണ്ട്, ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ലീഫ് വരട്ടെ. സക്കുലൻ്റ് ഇതാ ഒരുപാട് മാറ്റം വന്നിട്ടോ. ഫസ്റ്റ് ഞാനിത് വാങ്ങിക്കൊണ്ടെന്ന് അന്നത്തെ വീഡിയോയിൽ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആയിരുന്നില്ല. കുറേ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഒരു കണ്ടീഷനിൽ ഇരുന്നപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് നന്നായി വന്നോളും, ശരിയായി വന്നോളും. ഈ ഒരു പോട്ട് വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ, ഞാൻ വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഇതാ അഗ്ലോണിമ ഞാൻ ഈ ഒരു വൈറ്റ് പോട്ടിൽ ഇറക്കി വെച്ചു. ഇത് ഐക്യൻ്റെ വേസ്റ്റ് ബിന്നാട്ടോ. ഞാൻ പക്ഷേ ഇങ്ങനെ പോട്ട് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു അഗ്ലോണിമ കണ്ടില്ലേ, നല്ല എന്താ പറയുക, നല്ല അതിനെ പറ്റിയ ഒരു വെളിച്ചത്തിലിരുന്നപ്പോൾ നല്ലൊരു ഓയിൽ സ്ട്രക്ചർ വന്നിട്ടുണ്ട് ലീഫിന്. കണ്ടില്ലേ, നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. ലീഫിനൊക്കെ നല്ലൊരു ഷൈനിങ്, നല്ലൊരു പോളിഷ് വരും. അപ്പോൾ ശരിയായിട്ടുള്ള വെളിച്ചം കിട്ടിയാൽ ഈ ഒരു ലീഫിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം കേട്ടോ അതിന് പറ്റിയ സ്ഥലത്താണ് ഇരിക്കുന്നതെന്ന്. പിന്നെ അകത്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് എന്തായാലും നമ്മൾ ഇടയ്ക്കൊന്ന് പുറത്തെടുത്ത് വെച്ച് ഒന്ന് നനച്ചൊക്കെ കൊടുത്ത് ഫ്രഷ് ആക്കിയൊക്കെ ഇടയ്ക്ക് അകത്തേക്ക് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യം കുറഞ്ഞു വരും. ഈ അഗ്ലോണിമൻ്റെ താഴെ ഇതാ 2-3 ബേബി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങോട്ട് വലുതായാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, നല്ല ഫില്ലായിട്ട് വന്നോളും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നത് വരെയും അസ്സലാമു അലൈക്കും, ബൈ.